രണ്ടാഴ്ചകൾക്ക് ശേഷം സുദീപ് ജോലി കഴിഞ്ഞ് വൈകി വന്ന ഒരു രാത്രിയിൽ നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരമായി കാത്തിരിക്കുന്നു. സവിത വന്നിട്ടുണ്ട്. നിന്റെ മുറിയിലെ ഫാനിന് നല്ല കാറ്റാണെന്ന് പറഞ്ഞിട്ട് അവളും കെട്ടിയവനും അവിടെയാ കിടന്നത്. നീ ഇന്ന് അച്ഛൻ്റെ കൂടെ ഹാളിൽ കിടന്നോട്ടോ. നീ കുളിച്ച് ചോറുണ്ണാൻ നോക്ക്. വിളമ്പി വെച്ചിട്ടില്ല, എടുത്ത് കഴിച്ചോ. ദിവസം മോളെ നന്ദിനി, നിന്റെ ഒരു മാല പണയം വയ്ക്കാൻ വേണമല്ലോ. വീടിന്റെ ലോൺ അടയ്ക്കാനായിട്ട്. അയ്യോ, അത് പറ്റില്ല അമ്മേ. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും. അതിന് നിന്റെ വീട്ടിൽ പറയണ്ട. അറിഞ്ഞാലും എന്താ? നിന്റെ ഭർത്താവിൻ്റെ വീടാണ് നിന്റെയും വീട്. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നതല്ലേ നീ കേൾക്കേണ്ടത്. ലത സാധാരണയിലും സൗമ്യമായി നന്ദിനിയോട് മറുപടി പറഞ്ഞു. അതൊന്നും പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് അണിഞ്ഞുകൊണ്ട് നടക്കാൻ വാങ്ങി തന്നതാ അതല്ല. അത് നിങ്ങൾക്ക് പണയം വെക്കാനുള്ളതല്ല. ദേഷ്യം കൊണ്ട് നന്ദിനിയുടെ മുഖം ചുവന്നു. ആഹാരം മതിയാക്കി അവൾ എഴുന്നേറ്റ് പോയി. പിന്നാലെ സന്ദീപും എഴുന്നേറ്റ് കൈ കഴുകി. മുറിയിലേക്ക് പോകാൻ നിന്ന അനിയനെ തടഞ്ഞുകൊണ്ട് സുദീപ് പറഞ്ഞു, ഡാ, അമ്മയോട് ഇങ്ങനെയാണോ നിന്റെ ഭാര്യ പെരുമാറേണ്ടത്? പൊന്നുപോലെ നമ്മളെ നോക്കി വളർത്തിയ അമ്മയോട് നിന്റെ ഭാര്യ ഇപ്പോൾ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി. അവൾ എന്ത് ചെയ്തെന്നാ? അവൾ പറഞ്ഞത് ന്യായമല്ലേ? അമ്മ വളർത്തിയതൊക്കെ ശരി തന്നെ. അമ്മയെ നമ്മളും നന്നായി തന്നെയല്ലേ നോക്കുന്നത്. എന്തെങ്കിലും കുറവുണ്ടോ? അമ്മ പറയുന്നതിനെല്ലാം കേട്ട് താളം തുള്ളാൻ ഏട്ടനെ പോലെ വിഡ്ഢിയല്ല ഞാൻ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് സന്ദീപ് അകത്തേക്ക് പോയി. വിഡ്ഢി? ശരിക്കും ആ പദവിക്ക് താൻ അർഹനാണോ എന്ന് സുദീപ് ഒരു നിമിഷം ചിന്തിച്ചു. ഡാ മോനെ, ചക്കിക്ക് നല്ല പനിയാണ്. രാവിലെ പണിക്ക് പോകാൻ നേരം അമ്മ സുദീപിനോട് പറഞ്ഞു. അമ്മ ഒരു ഓട്ടോ വിളിച്ചു. ആ ഫൈസൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേ. കാശ് മേശവലിപ്പിലുണ്ട്. അയ്യോ, എനിക്ക് വയ്യ. നീ തന്നെ കൊണ്ടുപോയി കാണിക്കേ. പിന്നെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് വായോ. എളുപ്പമല്ല കേട്ടോ നിന്റെ മോളെ നോക്കാൻ. അനുസരണ തൊട്ട് തീണ്ടിയിട്ടില്ല പെണ്ണിന്. അമ്മയ്ക്കിപ്പോൾ എൻ്റെ മോളൊരു ശല്യമായോ? ദേഷ്യം വന്ന് സുദീപ് ചോദിച്ചു. നീ എന്താടാ നിന്റെ ഭാര്യയെപ്പോലെ സംസാരിക്കുന്നത്? നിന്റെ മോളെ നോക്കേണ്ടത് അവളുടെ തള്ളയാ, അല്ലാണ്ട് ഞാനല്ല. ലത ഉടനടി തന്നെ മറുപടി പറഞ്ഞു. നിളയുടെ പേരിൽ ചാർത്താൻ ഒരു അവിഹിതത്തിൻ്റെ കഥയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലായിരുന്നു എല്ലാവർക്കും. കുടുംബസ്നേഹി എന്ന പട്ടത്തിനു വേണ്ടി ഭാര്യയെ അകറ്റി നിർത്തുമ്പോൾ ഒരിക്കലും താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന ആലോചന ഉണ്ടായിട്ടില്ല. എന്തിൻ്റെ പേരിലെല്ലാമാണോ തന്നെ നിളയിൽ നിന്നും അകറ്റിയത്, അതിൻ്റെ പേരിൽ മലക്കം അറിയുന്ന വീട്ടുകാരോട് ചോദിക്കാൻ പല ചോദ്യങ്ങളും അയാളിൽ നിറഞ്ഞു. എന്തിനു വീട്ടുകാരെ മാത്രം പറയണം? ഉള്ളത് പറയുമ്പോൾ ദഹിക്കാത്ത തൻ്റെ സ്വഭാവം തന്നെ മാറ്റേണ്ടിയിരുന്നു. തൊണ്ടയിൽ കുടുങ്ങിയ 1000 വാക്കുകൾ പുറത്തേക്കെടുക്കാതെ വയ്യാതെ കിടക്കുന്ന മകളെയും കൊണ്ട് അയാൾ വണ്ടിയിൽ കയറിപ്പോയി. ആ യാത്രയിൽ അയാൾ പലതും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അമ്മ പറഞ്ഞതുപോലെ അയാൾ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം നേരെ ചെന്നത് നിളയുടെ വീട്ടിലേക്കായിരുന്നു. ചക്കിയെ നിളയെ ഏൽപ്പിച്ചു മടങ്ങാൻ. നിളയുടെ വീടിന് മുമ്പിലൂടെ ഒരു ആംബുലൻസ്. മനുഷ്യ മനസ്സിൽ ഭീതിയുടെ തേങ്ങൽ അലയടിക്കുമാറ് ആംബുലൻസിൻ്റെ ശബ്ദം അവിടമാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദൈവമേ, എൻ്റെ നിളയ്ക്കോ അവളുടെ വീട്ടുകാർക്കോ എന്തെങ്കിലും? ഭയചകിതനായി പോയ സുദീപ് വണ്ടിയെടുത്ത് നേരെ അവളുടെ വീട്ടിന് മുന്നിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി.